السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 150-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റഫർ ചെയ്യുന്നവർ, പിന്നീട് അധ്വാനിക്കുന്നവർ, നമുക്ക് ഭക്ഷണം തന്നവർ, നമ്മുടെ സ്നേഹിതവർ, സഹായിച്ചവർ, എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുൽ മലായികതു ഔ യഅതിയ റബ്ബുക ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين قل أغير الله أبغي ربا وهو رب كل شيء ولا تكسب كل نفس إلا عليها ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم صدق الله العلي العظيم. പരിശുദ്ധമായ സൂറത്തുൽ അൻആമിലെ 158 മുതൽ 165 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 8-ാമത്തെ ജുസ്ഇൽ 150-ാമത്തെ പേജ്. ഈ സൂറയിലെ അവസാനത്തെ പേജാണ്. ഈ പേജ് പഠിച്ചു തീരുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് ഒരു സൂറ കൂടെ പഠിച്ചു പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ സൂറകളും ഇതേപോലെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പഠിക്കാനും പകർത്താനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. തൗറാത്തും ഇഞ്ചീലും ഇത് രണ്ടിനും പുറമെ മുബാറക്കായ അനുഗ്രഹീതമായ മറ്റൊരു ഗ്രന്ഥം കൂടെ, അതായത് പരിശുദ്ധ ഖുർആൻ കൂടി നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന കാര്യമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞു വെച്ചിരുന്നത്. അങ്ങനെ വേറെ തന്നെ ഒരു ഗ്രന്ഥം അവതരിപ്പിക്കാനുള്ള കാരണവും അവിടെ പറഞ്ഞു. എന്താ കാരണം? അത് നിങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറാതിരിക്കാൻ വേണ്ടിയാണ്. എന്ത് ന്യായം? എന്ത് ചോദ്യം? എന്തേ വേദക്കാർക്ക് മാത്രം ഗ്രന്ഥം നൽകിയത്? ഞങ്ങൾക്കും എന്തേ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നില്ല? അങ്ങനെ തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ വേദക്കാരേക്കാൾ ഉഷാറാകുമായിരുന്നല്ലോ എന്നിത്യാദിയുള്ള ന്യായങ്ങളൊന്നും പറഞ്ഞ് പിന്മാറാതിരിക്കാനും ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ അംഗീകരിക്കാനും പിൻപറ്റാനും ഒക്കെയാണ് പരിശുദ്ധ ഖുർആൻ വേറൊരു ഗ്രന്ഥമായി തന്നെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത്. പക്ഷെ എന്താ സംഭവിച്ചത്? ഇങ്ങനെ ഒരു മുബാറക്കായ ഗ്രന്ഥം കിട്ടിയിട്ടും
വേറെയും ഒട്ടേറെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും കണ്ടു കഴിഞ്ഞിട്ടും ആ കൂട്ടർ വിശ്വസിക്കാൻ തയ്യാറല്ല. ഇതാണ് സംഭവിച്ചത്. ഇനിയും അവർ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ എന്താണ് അവർ ഇനി കാത്തിരിക്കുന്നത്? മലക്കുകളോ അതല്ലെങ്കിൽ അള്ളാഹു തന്നെയോ വന്ന് കാണണമെന്നാണോ? അത് രണ്ടും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളല്ല. അതല്ല വേറെ എന്തെങ്കിലും പ്രത്യേകമായ ചില പുതിയ ദൃഷ്ടാന്തങ്ങൾ കാണണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇനി ചില ദൃഷ്ടാന്തങ്ങൾ വരാനുണ്ട്. അത് വരുമ്പോഴാകട്ടെ നിങ്ങൾ വിശ്വസിക്കാൻ നിർബന്ധിതരാകും. പക്ഷെ വിശ്വസിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയുമില്ല. അതിനു മുമ്പുള്ള വിശ്വാസമേ ഫലപ്പെടൂ. അതുകൊണ്ട് അത്തരം ദൃഷ്ടാന്തങ്ങൾ വല്ലതും വരുമ്പോ അതിനു മുമ്പ് വിശ്വസിക്കുകയും ആ വിശ്വാസമനുസരിച്ച് നല്ല കർമ്മങ്ങൾക്ക് ചെയ്യുകയും ചെയ്തിട്ടില്ലാത്തവർ അപ്പോൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനം അവർക്കുണ്ടാവുകയില്ല. നേരത്തെ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. അതിന് തയ്യാറില്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കാത്തിരുന്ന് കാണുക. ഞങ്ങൾക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങളും കാത്തിരുന്ന് കാണാം. ഇങ്ങനെ പറഞ്ഞ് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഉപദേശിക്കുന്നത്. അതാണ് 158-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇനി ആയത്ത് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുൽ മലായികതു ഔ യഅതി റബ്ബുക ഔ യഅതി ബഅദു ആയാതി റബ്ബിക يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون. هل ينتظرون എന്താണ് ഇനി അവർ പ്രതീക്ഷിക്കുന്നത്? ഹൽ യൻദുറൂന എന്താണ് അവർ പ്രതീക്ഷിക്കുകയാണോ? ഇല്ല അൻ തഅതിഹുൽ മലായിക മലായികത്ത് വരുന്നു, മലായികത്ത് വരിക എന്നതല്ലാതെ, ഔ യഅതി റബ്ബുക അല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് വന്ന് കാണണം എന്നതല്ലാതെ, ഔ യഅതി ബഅദു ആയാതി റബ്ബിക അതല്ലെങ്കിൽ അങ്ങയുടെ രക്ഷിതാവിന്റെ വേറെ ചില ദൃഷ്ടാന്തങ്ങൾ വന്നു കാണണമെന്നല്ലാതെ, ഇതൊക്കെയാണ് ഇനി അവർ കാത്തിരിക്കുന്നത്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? വിശ്വസിക്കാൻ ഇനി എന്താണ് അവർ കാത്തിരിക്കുന്നത്? തങ്ങളുടെ അടുത്ത് മലക്കുകൾ അവരെ മരിപ്പിക്കാനായി ഹാജരാകുന്നതാണോ? അതല്ല താങ്കളുടെ റബ്ബ് തന്നെ വല്ല ശിക്ഷയുമായി അവരുടെ അടുക്കൽ വരുന്നതാണോ? അതല്ല അവന്റെ ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം ലോകാവസാനത്തിന്റെ ലക്ഷണമൊക്കെയായി വന്നെത്തുന്നതാണോ? ഇതല്ലാതെ വേറെ എന്താണ് അവർ കാത്തിരിക്കുന്നത്? അല്ലാഹു തആല ചോദിക്കുകയാണ് അവരോട്. എന്നാലേ നിങ്ങൾ കേട്ടോളൂ. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബ്ൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. നിങ്ങൾ കേൾക്കണം, കാത് തുറന്ന് കേൾക്കണം. നിങ്ങളുടെ റബ്ബിന്റെ ഏതെങ്കിലും ദൃഷ്ടാന്തം വന്നെത്തുന്ന നാളിൽ നേരത്തെ വിശ്വസിക്കുകയോ വിശ്വാസത്തോടുകൂടി നല്ലത് പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരാൾക്കും തന്റെ വിശ്വാസം ഫലം ചെയ്യുകയില്ല. ആ ദിവസമാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ ആ കാത്തിരിപ്പ് വെറുതെയാണ്. നിങ്ങൾക്ക് അന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രയോജനമില്ല. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക് അങ്ങയുടെ രക്ഷിതാവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്ന ദിവസം ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ അന്ന് വിശ്വസിച്ച ഒരാൾക്കും ആ വിശ്വാസം ഉപകാരപ്പെടില്ല. ലം തകുൻ ആമനത് മിൻ ഖബ്ൽ മുമ്പ് വിശ്വസിക്കാതിരുന്ന, ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ അല്ലെങ്കിൽ നേരത്തെ വിശ്വസിച്ച വിശ്വാസത്തോടുകൂടി നല്ലത് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്കല്ലാതെ ഒരു പ്രയോജനവും അന്ന് വിശ്വസിച്ചുകൊണ്ടുണ്ടാവില്ല. ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ശേഷം നബിയോട് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ നബി അങ്ങ് പ്രഖ്യാപിച്ചുകൊള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻതളിറു ഇന്നാ മുൻതളിറൂൻ, ഇൻതളിറു നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ, നിങ്ങൾക്ക് എന്താണ് ഇനി വരാൻ പോകുന്നത് എന്ന്. ഇന്നാ മുൻതളിറൂൻ ഞങ്ങളും കാത്തിരുന്ന് കാണാം. നമ്മൾ പറഞ്ഞത് ആരുടേതാണ് ശരിയാകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളും കാത്തിരുന്നോളൂ. സത്യം ഗ്രഹിക്കാനുള്ള എല്ലാ തെളിവുകളും കിട്ടിയിട്ടും വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇനി എന്താണ് അവർ കാത്തിരിക്കുന്നത്? അതാണ് ചോദ്യം. ഇവിടെ ഇങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട്. അതായത് അവരുടെ റൂഹ് പിടിക്കാനായി മലക്കുകൾ വരികയോ അള്ളാഹുവിങ്കിൽ നിന്ന് വരെ ശിക്ഷയും വരികയോ ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളിൽ ചിലത് വരികയോ അല്ലാതെ മറ്റെന്താണ് ഇനി അവർ കാത്തിരിക്കുന്നത്? കാരണം ഇതല്ലാതെ മറ്റൊന്നും ഇനി അവർക്ക് കാത്തിരിക്കാനില്ല എന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടും നിങ്ങൾ ഇനിയും വിശ്വസിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ, കാത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയാവട്ടെ, നമ്മളും കാത്തിരിക്കാം. ആരാണ് സത്യം പറയുന്നവരെന്ന് നമുക്ക് കാണാം. വല്ലാത്തൊരു താക്കീതാണിത്, കനത്ത താക്കീതാണ്. അപകടം മുന്നിലെത്തിക്കഴിഞ്ഞ ശേഷമുള്ള വിശ്വാസം കൊണ്ട് കാര്യമില്ല. നമ്മൾ ആദ്യം പറഞ്ഞ വ്യാഖ്യാനം അനുസരിച്ച് വിശദീകരിക്കാം. ലൗലാ ഉൻസില അലൈനൽ മലായികത ഔ നറാ റബ്ബന എന്ന് 25-ാം അധ്യായത്തിൽ 21-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്.
ഇത് മുശ്രിക്കുകൾ ചോദിച്ചിട്ടുണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എന്തേ ഞങ്ങളുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരാത്തത്, അല്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് റബ്ബിനെ കാണിച്ചു തരാത്തത്, റബ്ബിനെ കണ്ടൂടെ, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. അതേപോലെ തന്നെ 17-ാം അധ്യായത്തിൽ 92-ാമത്തെ ആയത്തിൽ ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീല, പലതരം ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ് അതിലേതെങ്കിലും ഒന്ന് കാണാതെ ഞങ്ങൾ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിനെയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിത്തരണം എന്നും അവർ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞിരുന്ന ഇത്തരം വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെയോ മലക്കുകളെയോ ചില പ്രത്യേക ദൃഷ്ടാന്തങ്ങളെയോ കാണുവാൻ കാത്തിരിക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിനെയും മലക്കുകളെയും ഈ ലോകത്ത് വെച്ച് കാണാൻ സാധിക്കുന്ന കാര്യം അല്ല എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല. പിന്നുള്ളത് ദൃഷ്ടാന്തങ്ങളുടെ കാര്യമാണ്. അതാണ് അള്ളാഹു തആല പറയുന്നത്. ആ ദൃഷ്ടാന്തങ്ങൾ ഈ ലോകത്ത് ഒരുപാട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും പലതും വരാനുണ്ട് താനും. ആ സ്ഥിതിക്ക് അത് വന്നു കഴിഞ്ഞാലുണ്ടെന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന് മാത്രം അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായിരിക്കും അവസ്ഥ? അപ്പൊ പിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, എല്ലാവർക്കും ബോധ്യപ്പെടും ലോകം അവസാനിക്കാൻ പോവാണ്. വരാനിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഖിയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കുന്ന അലാമാത്തുകൾ, ചെറിയതും വലിയതുമായ അടയാളങ്ങൾ ഹദീസുകളിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കാം ഇവിടെ ഉദ്ദേശം. അല്ലെങ്കിൽ മറ്റു വല്ല ശിക്ഷകളുമായിരിക്കാം. അതുമല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് അയാളുടെ കാഴ്ചക്ക് പവർ കൂടുതൽ നൽകി ഇതുവരെ കാണാത്ത പലതും കാണാൻ കഴിയുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ കാണുന്ന കാഴ്ചകളാവാം. എന്തായാലും ശരി, അത്തരം രംഗങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സത്യം വിശ്വസിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടാകുകയില്ല, അത് സ്വീകരിക്കപ്പെടുകയുമില്ല. അല്ലെ, നിരവധി ഹദീസുകളിൽ ഖിയാമത്ത് അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ എല്ലാവരും വിശ്വസിക്കും, ഏത് കാഫിറും വിശ്വസിക്കും. ലോകാവസാനം സംഭവിക്കാൻ പോവുകയാണെന്ന് അവർക്കൊക്കെ മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അതിനു മുമ്പ് വിശ്വസിക്കാനാണ് ഈ അടയാളങ്ങളൊക്കെ അല്ലാഹു തആല പറഞ്ഞു തരുന്നത്. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. സാക്ഷാൽ റബ്ബാണ് ഞാൻ എന്ന് പറഞ്ഞ ഫിർഔനടക്കം അവസാന നിമിഷം വിശ്വസിച്ചിട്ടുണ്ട്. മുങ്ങിച്ചാകുന്ന സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും അലൈഹിസ്സലാം രക്ഷിതാവിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന്. അല്ലാഹു തആല ചോദിക്കുക, ആന എടാ ഇപ്പോഴാണോ നീ അത് പറയാൻ നിനക്ക് സമയം കിട്ടിയത്? സൂറത്ത് യൂനുസിലെ 91, 92 ആയത്തിൽ. ഈ ആയത്തിലെ താക്കീത് കാഫിരീങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടും ഉള്ള താക്കീതാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിന്തിക്കുക. ഇത്രയൊക്കെ നമ്മൾ ഖുർആൻ പഠിച്ചിട്ടും ഓതിയിട്ടും മനസ്സിലാക്കിയിട്ടും നിരന്തരം ഖത്മുകൾ തീർത്തിട്ടും നമ്മളെന്താണ് പരിശുദ്ധ ഖുർആന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയാത്തത്? എന്താണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്? നല്ല നല്ല അമലുകൾ പിന്നീട് ചെയ്യാം എന്ന് കരുതി കാത്തിരിക്കുന്നത് എന്തിനാണ്? ഹറാമാണെന്ന് അറിഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് പിന്മാറാത്തത് എന്തുകൊണ്ടാണ്? ഈ മെല്ലെപ്പോക്ക് നയം പറ്റൂല എന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. നമ്മളത് മാറ്റിയേ പറ്റൂ. അല്ലെങ്കിൽ നമുക്കൊക്കെ വല്ലാത്ത ധൈര്യമാണ് പല കാര്യത്തിലും. പല ആളുകൾക്കും ഇപ്പോഴൊന്നും ഞാൻ മരിക്കൂല എന്നൊരു തോന്നൽ. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് കാര്യങ്ങൾ എല്ലാം റെഡിയാണ്, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ക്ലിയർ ആണ്. പക്ഷെ അള്ളാഹുവിന്റെ ഖലാ അതിലെത്തിക്കഴിഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് അങ്ങനെ ഒരു ബോധം വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ തോന്നൽ പലർക്കും ഉള്ളതുപോലെയാണ് കാട്ടിക്കൂട്ടലുകൾ. അടുത്ത നിമിഷം എന്താകുമെന്ന് അറിയാൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ. നേരം വെളുത്താൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്, വൈകുന്നേരമായാൽ നേരം വെളുക്കുമൊന്നും പ്രതീക്ഷിക്കരുത് എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ആളുകളാണ്. നന്നാകാം, കുറച്ച് കഴിയട്ടെ, ഇപ്പൊ കുറച്ചൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുക, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തൗബ ചെയ്ത് ശരിയാവാം, അങ്ങനെ ആലോചിക്കരുത്. ഇപ്പൊ ഉള്ള സമയം, ഇപ്പൊ ഉള്ള ആരോഗ്യം അത് ഉപയോഗപ്പെടുത്തുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, കുറെ സമയം ഉപയോഗിക്കുക നല്ലതിനു വേണ്ടി, പിന്നീടേക്ക് മാറ്റിവെക്കരുത്. നല്ലത് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് തീർക്കാൻ തോന്നും. പള്ളിയിലാണെങ്കിൽ പെട്ടെന്ന് പുറത്തു ചാടാൻ തോന്നും. ഓതുകയാണെങ്കിൽ സമയം നോക്കിയിട്ട് എത്ര പേജായി എന്ന് കണക്ക് കൂട്ടും. ഇതൊക്കെ പിശാചിന്റെ പണിയാണ്. നമ്മൾ അതിനൊന്നും വശംവദരാകരുത്. നമ്മൾ കൃത്യമായി ആ വിഷയം തിരിച്ചറിഞ്ഞ് നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ സമയങ്ങൾ ചെലവഴിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിശാചിനെ നമ്മൾ അനുസരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ സമയത്ത് നമുക്ക് ഖേദിക്കേണ്ടി വരില്ല. ആ സമയത്ത് കുറച്ച് സമയം തരുമോ എന്ന് ചോദിച്ചിട്ട് പ്രത്യേക ഫലം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ അജലെത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ചിന്തിക്കുകയില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പൊ നമ്മൾ ഒന്നിനും കാത്തു നിൽക്കണ്ട, ഉള്ള സമയം മുതലെടുക്കുക. ദുനിയാവ് പിന്നോട്ട് പോവുകയാണ്, ആഖിറത്ത് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിയുന്നത്.
ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ കഴിഞ്ഞു പോകുന്ന അറിയുന്നേ ഇല്ല. ബർക്കത്തില്ല സമയത്തിന്. ഖിയാമത്തിന്റെ അടയാളമാണ്. നമ്മൾ നടക്കുകയാണ്, റബ്ബിന്റെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ്. നമ്മൾ മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ്. നമ്മൾ ഓരോ രാവും പകലും ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫുളൈൽ ബിൻ ഇയാദ് എന്നവർ ഒരിക്കൽ ഒരാളോട് ചോദിച്ചു, എത്ര വയസ്സായി? 60 വയസ്സായി. 60 വർഷമായി നീ അള്ളാഹുവിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ, ഇപ്പതാ എത്താനായല്ലോ റബ്ബിന്റെ അടുത്തേക്ക്. ഈ ഒരു ചോദ്യം കേട്ടപ്പോഴാണ് ഈ ആളാകെ അന്തം വിട്ടുപോയത്. പടച്ച റബ്ബേ, ഞാൻ റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലാനായല്ലേ, 60 വർഷമായല്ലേ. അദ്ദേഹം ചോദിച്ചു ഫുളൈൽ എന്നവരോട്, എന്താണ് ഒരു മാർഗം ഇനി നേരാവാൻ, ഒന്ന് റബ്ബിന്റെ അടുത്തേക്ക് നേരെ ചെല്ലാൻ എന്താ ഒരു മാർഗം? സിമ്പിളാണ്. നീ എന്ത് ചെയ്യണം? ഇനിയുള്ള കാലം നല്ല നിലക്ക് ജീവിക്കണം. എന്നാൽ നിനക്ക് അല്ലാഹു തആല കഴിഞ്ഞ കാലത്ത് മാപ്പ് ചെയ്തു തരും തൗബ ചെയ്താൽ. അതല്ല, ഇനി ബാക്കിയുള്ള കാലവും നീ ഇതേപോലെ തോന്നിയതുപോലെ ജീവിക്കാനാണ് പ്ലാനെങ്കിൽ കഴിഞ്ഞ കാലത്ത് നീ ചെയ്തതിനും ഉത്തരം പറയേണ്ടി വരും, ഇനി ചെയ്യാൻ പോകുന്നതിനും നീ ഉത്തരം പറയേണ്ടി വരും. രണ്ടിനും അല്ലാഹു തആല ശിക്ഷിക്കും. നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖും ബോധവും നൽകട്ടെ. ആമീൻ. 159-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളുമായി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറയുകയാണ്. അള്ളാഹു പരലോകത്ത് വിചാരണ ചെയ്ത് ന്യായമായ തീരുമാനം അവരുടെ കാര്യത്തിൽ എടുക്കുന്നതുമാണ്. മതത്തിൽ ഭിന്നിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലത് വിശ്വസിക്കുകയും ചിലത് നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ. അതായത് വേദക്കാർ അങ്ങനെയായിരുന്നു എന്നാണ്. അവർ വാക്യങ്ങളെ, തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും വാക്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ്. അതും നിഷേധത്തിൽപ്പെട്ടത് തന്നെയാണ്. മതപരമായ കാര്യങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ്. അപ്പോ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് ഇവിടെ പ്രഥമ ദൃഷ്ട്യാ ഉദ്ദേശം. അവർ മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ആളുകളാണ്. എത്ര ഗ്രൂപ്പുകളാണെന്നറിയാം അവരുടെ ഉള്ളിൽ പരസ്പരം തള്ളിപ്പറയുന്ന, മതകൽപ്പനകളിൽ ചിലത് തള്ളുന്ന, ചിലത് കൊള്ളുന്ന, ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ള ആളുകളാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. അതല്ല സന്മാർഗം. പിന്നെന്താണ്? എല്ലാവരും യോജിച്ച് പരിശുദ്ധമായ മതത്തെ അതിന്റെ സാക്ഷാൽ രൂപത്തിൽ സ്വീകരിക്കുക, അതാണ് സന്മാർഗം. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈഇ ഇന്നമാ അംറുഹും ഇലല്ലാഹ് സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ. ഇന്നല്ലദീന, നിശ്ചയം ഒരു വിഭാഗം ആളുകൾ, ഫറഖൂ ദീനഹും, മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ആളുകൾ, വകാനൂ ശിയഅൻ, വിവിധ ചേരികളായി തീരുകയും ചെയ്ത ആളുകൾ. ശിയഅൻ എന്ന് പറഞ്ഞാൽ പാർട്ടികൾ, വിവിധ വിഭാഗങ്ങൾ. ലസ്ത മിൻഹും ഫീ ശൈഇൻ, അവരുമായി താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ല നബിയേ. ലസ്ത മിൻഹും ഫീ ശൈഇൻ, താങ്കൾക്ക് അവരുമായി യാതൊരു ബന്ധമേ ഇല്ല, ഒരു ബന്ധവും ഇല്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, നിശ്ചയം അവരുടെ കാര്യം അള്ളാഹുവിലേക്കാണ് എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് തീരുമാനം അള്ളാഹുവിങ്കൽ മാത്രമാണ്. സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ, പരലോകത്ത് വെച്ച് വിചാരണ ചെയ്ത് ന്യായമായ തീരുമാനം അവരുടെ കാര്യത്തിൽ അല്ലാഹു തആല എടുക്കും. സുമ്മ യുനബ്ബിഉഹും, പിന്നെ അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, ബിമാ കാനൂ യഫ്അലൂൻ, അവർ ചെയ്തിരുന്നതിനെ പറ്റി. അള്ളാഹിന്റെ അടുക്കലേക്ക് വിചാരണയ്ക്ക് വരുമ്പോഴേ യുനബ്ബിഉഹും, അവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, വിവരിച്ചു കൊടുക്കും. എന്ത്? ബിമാ കാനൂ യഫ്അലൂൻ, അവർ ചെയ്തിരുന്ന വേണ്ടാത്തരങ്ങളെ കുറിച്ച്. അത്തരം ആളുകളുമായി നിങ്ങൾക്കൊരു ബന്ധമല്ലേ, അത് ജൂതന്മാരാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ആരാവട്ടെ. മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ആളുകൾ അക്കാലത്ത് വേദക്കാരായിരുന്നു എന്ന് പറയാമെങ്കിലും ഈ ആയത്തിലുള്ളത് പൊതുവായൊരു പ്രസ്താവനയാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇസ്ലാമിലും അതിന്റെ വിശ്വാസ, ആചാര, അനുഷ്ഠാന കാര്യങ്ങളിലും മറ്റും ചിത്രതയും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന എല്ലാ ആളുകളും ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും. അത് വ്യക്തികളാവട്ടെ സമൂഹങ്ങളാവട്ടെ ആരാവട്ടെ. പരിശുദ്ധമായ ദീനിൽ പുത്തൻവാദങ്ങൾ കൊണ്ടുവരുന്നതും ഇതേ ഗണത്തിൽപ്പെടും. അത്തരം പുതിയ വാദങ്ങൾ കൊണ്ടുവന്ന് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അവിടത്തെയും ജനങ്ങളെയും അല്ലാഹു തആല അറിയിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്ഹബിന്റെ ഇമാമുകളെ കുറിച്ച് അല്ലെങ്കിൽ അവരെ അനുകരിക്കുന്നവരെ കുറിച്ചാണ് ഈ വാക്യമെന്ന് ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. തെറ്റാണ്. മദ്ഹബുകളുടെ അടിസ്ഥാനം എന്താ? പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തുമല്ലേ? ആണ്. ഖുർആനും എല്ലാ ആയത്തുകളുടെയും അവതരണ പശ്ചാത്തലമടക്കം മുഴുവൻ വ്യാഖ്യാനവും അറിയുന്ന, ലക്ഷക്കണക്കിന് ഹദീസുകളും ഇജ്മാഉം ഖിയാസും അറബി ഭാഷയുടെ വിവിധ വിജ്ഞാന ശാഖകളും ഒക്കെ അറിയുന്ന ആളുകളാണ് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. അതായത് മദ്ഹബുകളുടെ ഇമാമുമാർ.
മതവിധി അറിയാത്ത ആളുകൾ മതപണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് നടക്കണമെന്ന അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് മദ്ഹബ് പിൻപറ്റുന്ന ആളുകൾ ചെയ്യുന്നത്. അത് 4 മുസ്ലിം ലോകം ഇജ്മാഅ് അംഗീകരിച്ചതാണ്. ആ 4-ൽ ഒരു മദ്ഹബേ സ്വീകരിക്കാവൂ. അല്ലാതിരുന്നാൽ തോന്നിയതൊക്കെ സ്വീകരിക്കാം എന്നാണെങ്കിൽ ആകെ പ്രശ്നമാകൂലേ? അതുകൊണ്ടാണ് 4 ക്രോഡീകൃതമായ 4 ആ വിഷയം ചുരുക്കിയത്. ആർക്കും അനുകരിക്കാവുന്ന വിധം വ്യവസ്ഥാപിതമായി ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബുകൾ ലഭ്യമായത് 4 ഹിജ്റ 150-നും 250-നും ഇടക്കാണ് ഈ മദ്ഹബുകൾ ക്രോഡീകൃതമായത്. വേറെയും ഒരുപാട് മദ്ഹബുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അവ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് അനുകരിക്കാൻ പറ്റില്ല. മുസ്ലിം ലോകം 4 മാത്രമാണ് ഇജ്മാഅ് ഏകകണ്ഠമായി അംഗീകരിച്ചത്. അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി, നസാഇ, ഇബ്നു മാജ, അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ പ്രമുഖരായ ഹദീസ് പണ്ഡിതന്മാരും മഹാനായ മഹാപണ്ഡിതനായ ഇമാം ഗസ്സാലി അടക്കമുള്ള പണ്ഡിത പ്രതിഭകളൊക്കെ സ്വയം ഇജ്തിഹാദ് ചെയ്യാതെ കർമ്മശാസ്ത്ര നിയമങ്ങളിൽ 4-ൽ മദ്ഹബ് സ്വീകരിച്ച ആളുകളാണ് എന്ന വിഷയമാണ്. ഇത് പ്രസക്തമായൊരു പോയിന്റാണത്. പിന്നെ നമ്മൾ ശരിയായി ചിന്തിക്കുകയാണെങ്കിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിലെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിന് പല നിലക്കും അനുഗ്രഹമാണ് എന്നുകൂടെ മനസ്സിലാക്കാൻ കഴിയും. ആകട്ടെ, നമ്മൾ 160-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിന്റെ അതിവിശാലമായ അപാരമായ കാരുണ്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നമുക്കൊക്കെ ഒരുപാട് സന്തോഷിക്കാൻ വകുപ്പുള്ള ഒരായത്താണ്. ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കും, പക്ഷെ ഒരു തിന്മക്ക് 1 ദോഷഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ തിന്മ ചെയ്ത ആളോട് യാതൊരു അനീതിയും കാണിക്കുകയുമില്ല. ചെയ്യാത്ത കുറ്റത്തിന് അള്ളാഹു ആരെയും പിടിച്ച് ശിക്ഷിക്കുകയുമില്ല. ചെയ്ത ഗുണത്തിന്റെ പ്രതിഫലം തികച്ചും നൽകാതെ പിശുക്കുകയുമില്ല. ഇതാണ് അടുത്ത ആയത്തിൽ പറയാൻ പോകുന്നത്. ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഉടനെ തന്നെ ഒരു പുണ്യം രേഖപ്പെടുത്തുമെന്നാണ് ഹദീസിലുണ്ടായ വിഷയം. എന്നിട്ട് ആ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ പറ്റാതെ വന്നാലോ, അങ്ങനെയാണെങ്കിൽ പോലും ആ രേഖപ്പെടുത്തപ്പെട്ട പുണ്യം മായ്ച്ചു കളയുകയില്ല, നഷ്ടപ്പെടുകയില്ല. എത്ര വിശാലമായ റഹ്മത്താണല്ലേ! ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിശ്ശയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. 160. മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഫലഹു അശ്റു അംസാലിഹാ, അവൻ അതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട്. വമൻ ജാഅ ബിശ്ശയ്യിഅ, ആരെങ്കിലും തിന്മ ചെയ്താലോ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, അതുപോലെയുള്ള പ്രതിഫലമല്ലാതെ നൽകപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു തിന്മക്ക് ആ ഒരു തിന്മ ഒന്നായി മാത്രമേ അതിന്റെ പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ. ഒരു നന്മയാണെങ്കിലോ 10 ഇരട്ടി പ്രതിഫലം നൽകപ്പെടും. ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, അതുപോലെയുള്ളത് മാത്രമേ അതിന് പ്രതിഫലം നൽകൂ. വഹും ലാ യുദ്ലമൂൻ, യാതൊരു അനീതിയും അവരോട് കാണിക്കപ്പെടുകയുമില്ല. പരിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകളിൽ മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു ഖൈറും മിൻഹാ, ഒരു നന്മ ഒരാൾ ചെയ്താൽ അയാൾക്ക് അതിലേറെ ഗുണമുണ്ടാകും എന്ന് പറഞ്ഞ ആയത്തുകളുടെ ഒരു വിശദീകരണമായി നമുക്കിത് മനസ്സിലാക്കാം. സൂറത്തുൽ നംലിലെ 89-ാമത്തെ ആയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഖസസിൽ 84-ൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ വിശദീകരണമാണ് ഈ ആയത്ത്. പിന്നെ ചില സൽക്കർമ്മങ്ങൾക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെയുണ്ട്, അതിലപ്പുറം ഒക്കെ ഉണ്ട് അല്ലേ? സൂറത്തുൽ ബഖറ 261-ാമത്തെ ആയത്ത് പഠിച്ചപ്പോൾ നമ്മളെ വിഷയം പഠിച്ചിരുന്നു. മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹാ, വല്ലാത്ത ഓഫറാണല്ലേ. ഒന്നെടുത്താൽ 10, ഒരു തെറ്റ് ചെയ്താൽ 1 ദോഷഫലം മാത്രം. ഏതെങ്കിലും സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓഫർ? ഒന്നെടുത്താൽ 10 ഇല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമുൽ അക്രമീനാണ്, അജ്വദുൽ അജ്വദീനാണ്. കൊടുക്കണ ആളെ കനത്തിനനുസരിച്ചല്ലേ കൊടുതി ഉണ്ടാവുക. അല്ലാഹു തആല മഹാ ഔദാര്യവാനാണ്. അപ്പൊ ആ നിലക്ക നമുക്ക് തരുന്നത് 1-ന് 10 മിനിമം ബേസിക് ആണത്. ചിലതിന് 700 ഉണ്ട്, 7000 ഉണ്ട്, ഇരട്ടി. അള്ളാഹു ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ നമ്മൾ മിസ്സാക്കാൻ പാടുണ്ടോ? ഒരു മെനക്കെടുമില്ലാതെ നമുക്ക് അടിച്ചെടുത്തൂടെ ഇത്തരം ഹസനാത്തുകളൊക്കെ? ഒരു നന്മക്ക് 10 മിനിമം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ എത്ര ഓഫർ, എത്ര നന്മകൾ നമുക്ക് രേഖപ്പെടുത്താം നമ്മുടെ വീടുകളിൽ. നമ്മൾ സ്മാർട്ടാകേണ്ടത് ഈ മേഖലയിലാണ്. വേറെല്ലായിടത്ത് മാത്രം സ്മാർട്ട്നെസ് കാണിച്ചാൽ പോരാ.
ഒരു തെറ്റിന് ഒരു ദോഷഫലം മാത്രം. ന്യായമല്ലേ അത്? അതെങ്കിലും കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടുമോ? മിനിമം അതെങ്കിലും കൊടുക്കണ്ടേ? അത് തന്നെ മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഈ ചെയ്യുന്ന അമലിനൊക്കെ എന്തുമാത്രം കൂലി റബ്ബ് തരുന്നു, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് ഒരു അക്ഷരത്തിന് 10 എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹ്, വലാ ഖുൽ അലിഫ് ലാം മീം ഹർഫുൻ. ഖുർആൻ ഓത്തിന്റെ പ്രതിഫലം പറഞ്ഞെടുത്ത് ഓരോ ഹർഫിനും 10 ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസിൽ അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ എല്ലാം ഓരോ അക്ഷരങ്ങളാണ്. ഓരോന്നിനും 10 എന്നാണ്. ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഒരു മനുഷ്യൻ ഓതിയാൽ എത്ര കൂലിയാ കിട്ടുക? ഖുർആനിന് 1/3 ഭാഗം ഓതിയ പ്രതിഫലം. അപ്പൊ 3 ഇഖ്ലാസ് ഓതിയാലോ ഖുർആൻ മുഴുവൻ ഖതം തീർത്ത പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. രണ്ടിന്റെയും ആ ഒരു പവർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മുഴുവൻ ഖതം തീർത്തതിന് വേറെ തന്നെ ഒരുപാട് കൂലിയുണ്ട്. പക്ഷെ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതിയാൽ അതിന് തത്തുല്യമായ ഒരു പ്രതിഫലം മാത്രം കൊടുക്കും. ഇത് നമുക്ക് ഇവിടുന്ന് ചൊല്ലിക്കൂടെ? വണ്ടിയിലാവുമ്പോ യാത്രയിലാവുമ്പോ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് സിഗ്നൽ കാത്ത് കിടക്കുമ്പോ റോട്ടില് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ 3 മിനിറ്റ് മതി മാക്സിമം. 10 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ സ്വർഗത്തിലൊരു വീടുണ്ട്. 10 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ സ്വർഗത്തിലൊരു വീടുണ്ട്. എത്ര സമയമാണ്? അതിന് കുറഞ്ഞ സമയം പോലെ. 3 മിനിറ്റ് വേണ്ട. 3 മിനിറ്റ് ഞാൻ സിഗ്നലിൽ കാത്തു നിൽക്കുന്ന സമയത്ത് കുറിച്ചാണ് പറഞ്ഞത്. ചില നാടുകളിലൊക്കെ സിഗ്നലുകളിൽ വെയിറ്റ് ചെയ്യേണ്ട സമയം 3 മിനിറ്റാണ് മാക്സിമം. ചിലത് 2 മിനിറ്റ്, ചിലത് 1.5 മിനിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവാം. ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ചെല്ലാലോ, ആവാലോ. 10 സെക്കൻഡ് പോലെ ഒരു ഇഖ്ലാസ് ഓതാൻ, സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതാൻ 10 സെക്കൻഡ് മതി. അങ്ങനെ 10 വട്ടം ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്നാണ്. ഇത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നാൽ ഞങ്ങൾ കുറേ വീട് സ്വർഗത്തിൽ അടിച്ചു കൊടുക്കും. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു തആല. അപ്പൊ ഇഖ്ലാസ് ഓതുമ്പോഴൊക്കെ നമ്മളൊന്ന് മനസ്സിരുത്തി ഈ പ്രതിഫലമൊക്കെ മനസ്സിലിങ്ങനെ ഹാദിറാക്കിയിട്ട് ഓതുക. നമ്മളെപ്പോഴും ഇഖ്ലാസ് ഓതുന്ന ആളുകളാണ്. ആ സ്നേഹം, ആ സൂറയുടെ സ്നേഹം മനസ്സിൽ കൊണ്ടു നടക്കുക. വേഗം കഴിയുന്നതാണ്, ചെറിയ സൂറത്താണ് എന്ന ആ നിലക്കല്ല കേട്ടോ. നമ്മൾ ഓതാറുള്ളത് അങ്ങനെയാണല്ലേ, പെട്ടെന്ന് കഴിയാൻ പറ്റിയിട്ട്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. 1ന് 10 എന്നത് ബേസിക് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അടിസ്ഥാനപരമായി അങ്ങനെയാണ്, അതിൽ ചുരുങ്ങിയതില്ല, അതിലപ്പുറം ഒരുപാടുണ്ട്. ചില അമലുകൾക്ക് കയ്യും കണക്കും ഇല്ലാതെ തരാ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? അത് എനിക്കുള്ളതാണ്, ഞാൻ കൊടുത്തോളാം. എന്താ ബാക്കിയുള്ള ഇബാദത്തുകളൊന്നും അള്ളാഹുവിനുള്ളതല്ലേ? ആണ്. സ്പെഷ്യലായിട്ട് ഞാൻ കൊടുക്കാം നോമ്പ് നിൽക്കുന്ന ആളുകൾക്ക്. 6 നോമ്പ് നോറ്റാൽ ഒരു കൊല്ലം മുഴുവനും നോമ്പ് നോറ്റ പ്രതിഫലം തരുന്നു അല്ലാഹു തആല. മൻ സാമ റമളാന വ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ ഫകഅന്നമാ സാമ ദഹ്ർ. എന്താ അങ്ങനെ പറയാൻ കാരണം തരുമോ? നമ്മൾ 1ന് 10 എന്നുള്ള മിനിമം ലെവൽ പറഞ്ഞില്ല. നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കുകയാണ്. റമളാൻ മാസം 30 ദിവസം, ശരി, ഇൻറ്റു 10 എത്രയായി? 300 ദിവസമായില്ലേ? 300 നോമ്പ് നോറ്റ് കൂടിയായില്ലേ? പിന്നെ ശവ്വാലിൽ 6 ഇൻറ്റു 10 60 ആയില്ലേ? ടോട്ടൽ എത്രയായി? 360 ദിവസമായില്ലേ? ഏകദേശം ഒരു കൊല്ലായില്ലേ? ചന്ദ്രവർഷപ്രകാരം എന്തായാലും ആയില്ലേ? അതാണ് റമളാനും 6 നോമ്പുകളും നോറ്റാൽ ഒരു കൊല്ലത്തിന് നോമ്പിന്റെ പ്രതിഫലം തരാമെന്ന് പറഞ്ഞിട്ട്. ഓരോ മാസത്തിലെ 3 ദിവസത്തെ നോമ്പും അങ്ങനെ തന്നെയാണ്. അയ്യാമുൽ ബീദ് എന്നറിയപ്പെടുന്ന ഓരോ മാസവും 3 ദിവസം നോമ്പ് നോറ്റാൽ അയാൾക്കും ഒരു കൊല്ലം നോമ്പ് നോറ്റ പ്രതിഫലമാണ്. എന്താ കാരണം? ഒരു മാസത്തിലെ 3 നോമ്പ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10 30 30 ഇൻറ്റു 12 മാസം 360 ദിവസം. അതുപോലെ വേറെയും ചില അമലുകൾക്ക് എത്രയോ ഇരട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പെട്ട ലൈലത്തുൽ ഖദറിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തൊരു റഹ്മത്താണത്! 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ 83.4 വർഷമാണത്. ഒരൊറ്റ രാത്രി. നമ്മൾ ആ 83 വർഷം ചിലപ്പോൾ ജീവിച്ചു കൊള്ളാം എന്ന് പോലും ഇല്ല. സുബ്ഹാനല്ലാഹ്. 83.4 വർഷം നിങ്ങൾ 12 മാസം കൊണ്ട് പെരുക്ക് നോക്കൂ, 1000 മാസം. സുബ്ഹാനല്ലാഹ്. അപ്പൊ 83.4 വർഷം ഇബാദത്ത് പ്രതിഫലം. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഈ ആയത്ത് നല്ലോണം മനസ്സിലാക്കണം നമ്മൾ. പരിശുദ്ധ മക്കയുടെ ഹറമിന്റെ ഏത് ഭാഗത്തു നിന്നും ഏത് അമൽ ചെയ്താലും, ദിക്റുകളാവട്ടെ, നിസ്കാരമാവട്ടെ, ഒരു സുബ്ഹാനല്ലാഹ് ആവട്ടെ, എന്ത് ചെയ്താലും എല്ലാറ്റിനും 1,00,000 ഇരട്ടി കൂലിയാണ്.
ഹറമിന്റെ ഏത് ഭാഗത്തൊന്നും, പള്ളിയിൽ നിന്നല്ല, മസ്ജിദുൽ ഹറാം എന്നല്ല പറയുന്നത്, ഹറം പ്രദേശത്തിന്റെ ഏത് ഭാഗത്തും. ഇമാം ഹസനി ബസ്രി തങ്ങൾ അടക്കമുള്ള എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ് ഇതെന്ന് തുഹ്ഫയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് ഇതല്ല പ്രതിഫലം, ഇതിലേറെ മഹാപ്രതിഫലമാണുള്ളത്. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് എത്ര നേരം? നിങ്ങൾക്ക് 10,000 കോടി ഇരട്ടി പുണ്യമുണ്ട്. 10,000 കോടി ഇരട്ടി പുണ്യമാണ് മസ്ജിദുൽ ഹറാമിലെ ഒരൊറ്റ നിസ്കാരത്തിന്. തുഹ്ഫയിൽ ഈ വിഷയം പറയുന്നു, ഫതാവുൽ കുബ്രയിൽ ഈ വിഷയം പറയുന്നുണ്ട്, ഈളാഹിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഹദീസുകളുടെ അർത്ഥവും ആശയവും ശരിക്കു പഠിച്ചാൽ ഈ കാര്യം മനസ്സിലാകുമെന്ന് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. മസ്ജിദുൽ ഹറാം എത്ര വികസിപ്പിച്ചാലും ഈ കൂലി ഉണ്ടാകുമെന്നാണ്. ഹറമിന്റെ പരിധിയുടെ പുറത്തേക്ക് പോകാത്ത കാലത്ത് മക്കയിൽ തന്നെ ഹറം പരിധിക്കകത്തുള്ള മസ്ജിദുൽ ഹറാം അല്ലാത്ത മറ്റു പള്ളികളിൽ നേരത്തെ പറഞ്ഞ പോലെ 1,00,000 ഇരട്ടി പുണ്യമാണുള്ളത്. ഇനി മദീനത്തെ മസ്ജിദുൻ നബവിയിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഒരു നിസ്കാരത്തിന് 10 ലക്ഷം കൂലിയാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അതും കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ മസ്ജിദുൻ നബവിയുടെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഈ കൂലി കിട്ടുന്നത്, മസ്ജിദുൻ നബിയിലെ ഒരു നിസ്കാരത്തിന് 10 ലക്ഷം കൂലി എന്ന് പറഞ്ഞത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ആ ഒരു പള്ളിയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതല്ല, ആ പള്ളി എത്ര വികസിപ്പിച്ചാലും അവിടെയൊക്കെ ഈ കൂലി കിട്ടുമെന്ന് പറയുന്ന ആളുകളും ഉണ്ട് നമ്മുടെ മദ്ഹബിന്റെ ഉള്ളിൽ തന്നെ. ഏതായാലും അത്രയും മഹത്തായ പ്രതിഫലങ്ങളാണ് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഖുബാ പള്ളിയിൽ, പരിശുദ്ധമായ മസ്ജിദ് ഖുബായിൽ ഒരു നിസ്കാരത്തിന് ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ജമാഅത്തായ നിസ്കാരത്തിന് എത്ര പ്രതിഫലമാണ്? 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായ നിസ്കാരത്തിന് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഒരു കൊല്ലം ജമാഅത്തായി നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി ഒറ്റക്ക് നിസ്കരിച്ചിട്ട് കിട്ടണമെങ്കിൽ 27 കൊല്ലം നിസ്കരിക്കേണ്ടി വരും. 3 കൊല്ലം ജമാഅത്തായി നിസ്കരിച്ച കൂലി കിട്ടാൻ 81 കൊല്ലം ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. ജമാഅത്ത് ആരും മുടക്കരുത്. ഇശാവും സുബഹയും ജമാഅത്ത് നിസ്കരിക്കാനുള്ള പ്രതിഫലമോ? ഇശാ ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ചതുപോലെയാണ്. സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചതുപോലെയാണ്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ പോട്ടെ, ഒരു സുബ്ഹാനല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ ഒരു സദഖ ചെയ്ത കൂലിയിട്ടില്ലേ? പൈസ കൊടുത്തിട്ട് സദഖ ചെയ്യാൻ സഹജമായൊരു മടി പല ആൾക്കുണ്ടാവും. ഇതൊക്കെ പറയാൻ എന്തിനാ മടിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. 1000 ഹസനത്ത് ഒരു ദിവസം നമുക്ക് ഈസിയായി അടിച്ചെടുക്കാം. 1.5 മിനിറ്റ് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചില്ലേ, ഒരു ദിവസം 1000 ഹസനാത്തുകൾ സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? സഹാബത്ത് ചോദിച്ചു, 1000 ഹസനത്ത് എങ്ങനെ ഞങ്ങൾക്ക് കഴിയും? വളരെ കുറച്ച് ചുറ്റുപാടുകൾക്കല്ലേ. അപ്പോഴാണ് പറഞ്ഞത്, ഒരാൾ സുബ്ഹാനല്ലാഹ് 100 പ്രാവശ്യം പറഞ്ഞാൽ മതി. 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1000 ഹസനത്തുകൾ രേഖപ്പെടുത്തപ്പെടും. 1000 തെറ്റുകൾ അല്ലാഹു തആല മായ്ച്ചു കൊടുക്കുകയും ചെയ്യും. ഒരൊറ്റ സ്വലാത്തിന് എന്തൊക്കെ പ്രതിഫലമാണ് അല്ലാഹു തആല കനിഞ്ഞു തരുന്നത്. മൻ സല്ലല്ലാ അലൈഹി വാഹിദതൻ സല്ലല്ലാഹു അലൈഹി 10 സ്വലവാത്തിൻ വഹത്ത അൻഹു 10 ഖതീആത്തിൻ വറുഫിഅ ലഹു 10 ദറജാത്തിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഇപ്പോൾ ചൊല്ലുക, സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇപ്പൊ നമ്മൾ ചൊല്ലിയ സ്വലാത്തിന് അല്ലാഹു തആല 10 നന്മകൾ 10 സ്വലാത്തുകളായി നമുക്ക് വേണ്ടി ചൊല്ലിവെക്കും. 10 നന്മകൾ ചെയ്തു തരും, 10 തെറ്റുകൾ പുറത്തു തരും, 10 ദറജകൾ ഉയർത്തി തരും. അല്ലാഹുവേ സ്വീകരിക്കാൻ റബ്ബേ. എന്തോരു പ്രതിഫലമാണ് പൊതുപ്രവർത്തനത്തൊക്കെ, എന്തൊരു പ്രതിഫലമാണ് ആളുകളെ സഹായിക്കുന്നത്, പൊതുപ്രവർത്തനം നടത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ഈ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള സംഗതിയാണ് മുസ്ലിമായ ഒരു മനുഷ്യന്റെ കൂടെ നിങ്ങൾ കൂടെ നടന്ന് അദ്ദേഹത്തിന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത്തരം നന്മകൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ആ നന്മകൾ സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ അടയാളം എന്താണെന്നറിയോ? വീണ്ടും വീണ്ടും ഒരു മുടക്കവും ഇല്ലാതെ ഇത് ചെയ്യാൻ കഴിയുക എന്നതാണ്. റമളാനിലോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള സമയങ്ങളിലോ മാത്രമല്ല, നിരന്തരം ഇത്തരം നന്മകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം
എല്ലാം ഹസനത്താക്കാമെന്നല്ലേ, എല്ലാം നന്മയാക്കാമെന്നാണല്ലോ. നീയത്ത് നന്നായാൽ മതി. ആട്ടെ, ആയത്തിന്റെ അടുത്ത ഭാഗം നോക്കൂ. മൻ ജാഅ ബിസ്സയ്യിഅത്തി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. ചെയ്യാത്ത കുറ്റത്തിന് ആരെയും അല്ലാഹു ശിക്ഷിക്കുകയില്ല. ചെയ്ത ഗുണത്തിന്റെ പ്രതിഫലം തികച്ചും നൽകാതെ പിശുക്ക് കാണിക്കുകയും ഇല്ല. അത് ആണായാലും പെണ്ണായാലും. സൂറത്തുൽ നിസായിൽ 124 നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട്. ആര് ചെയ്താലും കൃത്യമായി പ്രതിഫലം നൽകുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാഹു തആല പറയുന്നു, ഞാൻ നിങ്ങൾക്ക് കൃത്യമായി തരുവേ, ഇനി എന്തെങ്കിലും കുറവ് കാണുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി, ഞാൻ കുറക്കൂല. കുറവ് വരാൻ എന്തെങ്കിലും കാരണം നിങ്ങളെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഇനി വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാം. സുബ്ഹാനല്ലാഹ്, ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അല്ലാഹു പ്രതിഫലം തരാം. അത് തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുമ്പോൾ ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ മതി, ഉടനെ തന്നെ ആ നന്മ രേഖപ്പെടുത്തി. അത് ചെയ്യാൻ കഴിയാതെ വന്നാൽ പോലും നേരത്തെ എഴുതിയ പുണ്യം നഷ്ടപ്പെടൂല. സുബ്ഹാനല്ലാഹ്, എന്തൊരു റഹ്മത്താണ്. കരുതിയത് കൊണ്ട് മാത്രം ഹസനത്താണ്. നാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം കരുത്ത് എന്നത് ഒരു പണിയല്ലേ, ഹൃദയത്തിനൊരു പണിയല്ലേ അത്. ഇറാദത്തുൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുക എന്നത് ഹൃദയം കൊണ്ടൊരു പണിയാണ്. ആ പണി ഉണ്ടായിട്ടാണല്ലോ അത് പ്രവൃത്തി പദത്തിൽ വരുന്നത്. അപ്പൊ അതിന് കൂലി കൊടുക്കണ്ടേ? കൽബ് കൊണ്ട് ചെയ്യുന്ന അമലല്ലേ, അതിന് കൂലി വേണ്ട. സുബ്ഹാനല്ലാഹ്. പിന്നെ അതിന് കൂലി കിട്ടുമെന്ന് പറഞ്ഞത് ചെയ്താൽ കിട്ടുന്ന കൂലിയുടെ അത്ര ഉണ്ടാകും, അത് ഉറപ്പല്ല. ചെയ്താൽ കിട്ടുന്ന കൂലി ഭയങ്കരമായിരിക്കും. ചെയ്യാൻ കരുതിയാൽ അതിനേക്കാൾ കുറഞ്ഞ കൂലിയാണ് കിട്ടുക. കാരണം അത് കരുതിയതിന്റെ കൂലി മാത്രമേ കിട്ടുള്ളൂ, മറ്റത് കരുതിയതിന്റെയും ചെയ്തതിന്റെയും കൂലി കിട്ടും. ഇനി നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കുക. ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ കരുതി, പക്ഷെ ചെയ്തില്ല. എന്നാ കരുതിന് തെറ്റുണ്ടോ? ഇല്ല. പക്ഷെ ആ തെറ്റ് മനസ്സിലിട്ട് താലോലിക്കരുത് എന്ന് പെട്ടെന്ന് മനസ്സിൽ ചിന്ത ഒഴിവാക്കും. അതിന് തെറ്റില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കരുതിയ ഒരു കാര്യം, കരുതിയ ഒരു തെറ്റ് ചെയ്യാതിരുന്നാൽ അതൊരു നന്മയായി രേഖപ്പെടുത്തും എന്നാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. നോക്കൂ, ശരിക്കും നോക്കൂ. ഒരാള് ഒരു തിന്മ ചെയ്യാൻ കരുതിയിട്ട് അത് ചെയ്യാതെ ഒഴിവാക്കുകയാണെങ്കിൽ 3 അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. ഒന്ന്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അയാൾ ആ തെറ്റ് ഉപേക്ഷിച്ചു. അപ്പോൾ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് മാറി നിന്നതിനാൽ അതൊരു നന്മയായി രേഖപ്പെടുത്തും അല്ലേ. ഇനി അള്ളാഹു തആല പറഞ്ഞത്, എന്നെ പേടിച്ചിട്ടാണ് ഉപേക്ഷിച്ചത്, അതുകൊണ്ട് ഞാൻ കൂലി കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ അവസ്ഥ. രണ്ടാമത്തേത്, ചിലപ്പോൾ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ ആ തെറ്റ് അവൻ ചെയ്യാതിരിക്കും. അത് മറന്നുപോയി, അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടിയില്ല, അങ്ങനെ ആ തെറ്റ് ഒഴിവാക്കി. ഇതിലവന് നന്മ രേഖപ്പെടുത്തില്ല. ഗുണമല്ല, ദോഷമില്ല, കാരണം അവനത് രണ്ടും ചെയ്തിട്ടില്ല. ഇനി മൂന്നാമത്തെ അവസ്ഥ, ചിലപ്പോൾ അത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനു വേണ്ട എല്ലാ വഴികളും പരിശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടത് കൊണ്ടോ ആയിരിക്കും ചിലപ്പോൾ തെറ്റ് ഒഴിവാക്കുന്നത്. പരമാവധി നോക്കിയിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്, പദ്ധതി തയ്യാറാക്കിയിരുന്നു, പക്ഷെ കക്കാള അവസരം ഒത്തു വന്നില്ല, ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇവൻ ആ തിന്മ ചെയ്തത് പോലെയായി എന്നാണ്. കാരണം എന്താ, അവസരം കിട്ടാത്തത് കൊണ്ട് ചെയ്യാതിരിക്കുകയാണ്. അല്ലെങ്കിൽ ചെയ്ത് ചെയ്യുമായിരുന്നു, ഇതിന്റെ ഗൗരവമാണ് ആവശ്യം. അവൻ തിന്മ ചെയ്തത് പോലെയായി. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞത്, 2 മുസ്ലിമായ മനുഷ്യന്മാർ ആയുധം കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയാൽ അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടു എങ്കിൽ കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്, കൊന്നവരും നരകത്തിലാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, കൊന്നവന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, മറ്റൊരാളെ കൊന്നു എന്ന കാര്യം നരകത്തിൽ പോകാം, കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിൽ പോകുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന് സത്യത്തിൽ മറ്റേയാളെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നല്ലോ, അതുകൊണ്ടല്ലേ രണ്ടാളും വാളുകൊണ്ട് ആയുധം കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയത്. ആ ആഗ്രഹം അവനുണ്ടായിരുന്നു, തക്കം കിട്ടാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് വിശദീകരിച്ചാൽ തീരുമല്ലോ, ഒരുപാട് പറയാനുണ്ട്. പക്ഷേ സമയമില്ലല്ലോ, നമുക്ക് നമ്മുടെ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ, പരമാവധി ഹസനത്തുകൾ അടിച്ചെടുക്കാൻ, നമ്മുടെ നന്മയുടെ ഏടുകളിൽ തുന്നിച്ചേർക്കാൻ അവസരം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 161 മുതൽ 163 വരെയുള്ള ആയത്തുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. തൗഹീദ് സംബന്ധമായ പല ദൃഷ്ടാന്തങ്ങളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന അറബികളുടെ ശിർക്കുമായി ബന്ധപ്പെട്ട വിശ്വാസാചാരങ്ങളും, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഈ സൂറയിൽ. ഇനി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആ മാർഗം ഏതാണ് എന്നും, ഇതുവരെ പറഞ്ഞതിന്റെ ആകത്തുക എന്താണ് എന്നും
ആ ജനതയോട് പറയാൻ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. സൂറത്ത് അവസാനിക്കാൻ പോവാണല്ലോ. വക്രതയോ ചെരിവുകളോ ഒന്നുമില്ലാത്ത നേരായ വഴി, അതെ, ശിർക്കിന്റെ മാലിന്യങ്ങളൊന്നും തീണ്ടാതെ നിഷ്കളങ്കനായിരുന്ന ഋതുമാനസനായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആചരിച്ചു വന്നിരുന്ന ആ വഴിയാണ് എനിക്കും അള്ളാഹു അനുഗ്രഹിച്ചു തന്ന മതം. ആ മതത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങളിപ്പോ പറയുന്നത് എന്താ? അന്ന് നിലവിലുണ്ടായിരുന്ന മുശ്രിക്കുകളും ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും പറഞ്ഞത് അവരെല്ലാവരും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മതത്തിലാണ്, ഞങ്ങളൊക്കെ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്നാണ്. മഹാനവറുകളുടെ അവസ്ഥ എന്തായിരുന്നു? സത്യമാർഗത്തിൽ മാത്രം ചലിക്കുന്ന ആളായിരുന്നു, ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ മാർഗത്തിലാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ വെറുതെ പറയുകയാണ്, കള്ളമാണ് പറയുന്നത്. നിങ്ങളല്ല, ഞാനാണ് ആ മാർഗത്തിൽ, ആ മതത്തിൽ എന്നെയാണ് അല്ലാഹു ചേർത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മുശ്രിക്കുകളോട് പറഞ്ഞേക്കൂ എന്ന് പറയാൻ ആഹ്വാനം ചെയ്യുക. ആയത്ത് നോക്കാം, 161-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫാ വമാ കാന മിനൽ മുശ്രികീൻ. ഖുൽ നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം, ഇന്നനി നിശ്ചയമായും ഞാൻ, ഹദാനി അല്ലാഹു എന്നെ നേർമാർഗത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഹദാനി അള്ളാഹു എന്നെ ചേർത്തിട്ടുണ്ട്, നയിച്ചിട്ടുണ്ട്. റബ്ബി എന്റെ റബ്ബ് എന്നെ ചേർത്തിട്ടുണ്ട്. എവിടേക്ക്? ഇലാ സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക്. ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീം, ദീനൻ ഖിയമൻ അതായത് വക്രതയില്ലാത്ത മതത്തിലേക്ക് അള്ളാഹു എന്നെ ചേർത്തിട്ടുണ്ട്. ദീനൻ ഖിയമൻ വക്രതയില്ലാത്ത മതത്തിലേക്ക്. അതേതാണ് മതം? മില്ലത ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗത്തിലേക്ക്. ഹനീഫ, ഋജുമാനസനായ, നേരെ ചൊവ്വേ നടന്നിരുന്ന, ഒരു വക്രതയിലും പെടാതെ ജീവിച്ചിരുന്ന, നേരെ ചൊവ്വേ ജീവിച്ചിരുന്ന, നടന്നിരുന്ന ഋജുമാനസനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗത്തിലേക്ക് അള്ളാഹുവിനെ ചേർത്ത് തന്നിട്ടുണ്ട്. വമാ കാന മിനൽ മുശ്രികീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നുമില്ല. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന ശിർക്കുകളൊന്നും ചെയ്ത ആളായിരുന്നില്ല. 162, 163 നോക്കൂ. ശിർക്കിന്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും സംശുദ്ധമായിരിക്കുക, അതുപോലെ തന്നെ നിസ്കാരം, പ്രാർത്ഥന, മറ്റു അനുഷ്ഠാനങ്ങൾ തുടങ്ങിയവെല്ലാം അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക. ജീവിക്കുന്നതും മരിക്കുന്നതും അടക്കവും അനക്കവും എല്ലാം അള്ളാഹുവിന് തൃപ്തി ലക്ഷ്യം വെച്ചായിരിക്കുക. അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങളെക്കുറിച്ച് മാത്രം ജീവിക്കുക. ഇതൊക്കെയാണ് എന്നോട് ആജ്ഞാപിക്കപ്പെട്ട മതത്തിന്റെ സത്ത. ഇതാണ് ഞാൻ നിങ്ങൾക്കും എത്തിച്ചു തരുന്നത്. ഇത് അംഗീകരിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. അവരിൽ ഒന്നാമൻ ഞാൻ തന്നെയാണ് താനും. ഇങ്ങനെയൊക്കെ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തേക്കൂ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ നബിയെ അങ്ങ് പ്രഖ്യാപിച്ചേക്കൂ, ഇന്ന സ്വലാത്തി നിശ്ചയമായും എൻ്റെ നമസ്കാരം, വനുസുകി എൻ്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും, വമഹ്യായ എൻ്റെ ജീവിതവും, വമമാതി എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ അതെല്ലാം സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയുള്ളത് മാത്രമാണ്. നുസുക്ക് എന്ന വാക്കിന് ആരാധനകൾ എന്നാണ് വാക്കർത്ഥം. ആരാധനകൾ, ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾക്ക്, അതുപോലെ ബലികർമ്മങ്ങൾക്കൊക്കെ പ്രത്യേകമായി വാക്ക് പ്രയോഗിക്കാറുണ്ട്. 163-ാമത്തെ ആയത്ത് നോക്കൂ. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു അന അവ്വലുൽ മുസ്ലിമീൻ. ലാ ശരീക ലഹു, അള്ളാഹുവിനൊരു പങ്കാളിയുമില്ല. നിങ്ങൾ കുറെ ആളുകളെ പങ്കാളികളാക്കി വെക്കുന്നുണ്ടല്ലോ, ലാത്തയെ, ഉസ്സയെ, മനാത്തിനെ. ഇല്ല, അള്ളാഹുവിന് ഒരു പങ്കാളിയുമില്ല. വബിദാലിക ഉമിർതു, ഇങ്ങനെ വിശ്വസിക്കാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വബിദാലിക, ഇതുകൊണ്ടാണ്, ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, അവൻ അനുസരിക്കുന്നവരിൽ ഒന്നാമനാണ് ഞാൻ, അവനെ കീഴൊതുങ്ങി ജീവിക്കുന്നവരിൽ ഒന്നാമനാണ് ഞാൻ. ഇങ്ങനെയൊക്കെ നബിയെ നിങ്ങൾ പ്രഖ്യാപിച്ചേക്കൂ എന്നാണ് അല്ലാഹു തആല നബിയോട് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഈ സമുദായത്തിലെ ഒന്നാമത്തെ മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ഈ സമുദായത്തിലെ ഒന്നാമനും അവിടെ നിന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല, അല്ലാഹു തആല ഒന്നാമതായി പടച്ചതും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്, പ്രകാശമാണ്. ഹദീസിലുണ്ടല്ലോ, ഇതൊക്കെയാണ് ഞാൻ മുസ്ലിങ്ങളിൽ ആദ്യത്തവനാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമ്മൾ നിസ്കാരങ്ങളിലൊക്കെ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ. വജ്ജഹ്തു ഈ സൂറയിൽ പറയപ്പെട്ട വിഷയമാണ്. വജ്ജഹത്തിന്റെ ആദ്യത്തെ ഭാഗം ഈ സൂറയിൽ 79-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലേ, നമ്മൾ 79-ാമത്തെ ആയത്തിൽ പഠിച്ചല്ലോ. ഇത് നമ്മൾ വജ്ജഹത്തിന്റെ ആദ്യത്തിൽ പറയുന്നതല്ലേ. എല്ലാ നിസ്കാരത്തിലും നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം. എൻ്റെ സർവവും ഞാൻ അള്ളാഹുവിന് നേരെ ചൊവ്വേ ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു, എൻ്റെ മുഖവും എല്ലാം ആകാശഭൂമികൾ പടച്ച എന്നാണ് നമ്മൾ അവിടെ പറയുന്നൊക്കെ ഉണ്ട്. അത് അതേപോലെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കേണ്ട വിഷയം, ചിന്തിക്കണം. എല്ലാം റബ്ബിന് സമർപ്പിക്കുക. എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിയ്യത്ത് നന്നാക്കിയാൽ മതി, എല്ലാം അള്ളാഹുവിനായി. എപ്പോഴും പറയാറുള്ള വിഷയമാണ്. പണ്ടുള്ള ആളുകളൊക്കെ ഈ വിഷയം മനസ്സിലാക്കി എപ്പോഴും അത് മുതലെടുക്കുന്ന ആളുകളായിരുന്നു. സംഗതി വളരെ സിമ്പിളാണ്. നമ്മൾ അശ്രദ്ധ കൊണ്ട് നമ്മളെ നഷ്ടപ്പെടുത്താണ്. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ഇബാദത്താക്കാലോ. ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, ഞാൻ എന്തിനാ ഉറങ്ങുന്ന റബ്ബേ, അതെങ്ങനെ ഇബാദത്താക്കണമെന്ന് ആലോചിക്കുക. തഖവ്വീല് ത്വാഅ, എൻ്റെ ശരീരത്തിന് ആരോഗ്യം വേണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ തഖവ്വി ശക്തി വേണം, ഞാൻ അതിനൊന്ന് വിശ്രമിക്കട്ടെ. ആ ഉറക്കം ഇബാദത്തായി മാറി. ഭക്ഷണം കഴിക്കാൻ, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, ഹലാലായത് സമ്പാദിക്കാൻ, മക്കൾക്ക് തീറ്റിപ്പോറ്റാൻ എനിക്ക് ആരോഗ്യം വേണം, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഇബാദത്തായി മാറി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. വിശ്രമമടക്കം നമുക്ക് ഇബാദത്താക്കി മാറ്റാം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫാ, എല്ലാം അല്ലാഹുവിനാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി, എന്താ ഇവിടെ ബാക്കിയുള്ളത്? എല്ലാം അല്ലാഹുവിനാക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും, വാട്സപ്പോ ഫേസ്ബുക്കോ നോക്കുകയാണെങ്കിൽ പോലും നല്ല നിയ്യത്ത് വെക്കുക. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനാണെന്ന് നിയ്യത്തുണ്ടെങ്കിൽ അത് കൂലിയാണ്. അതിൽ വരുന്ന ടെക്സ്റ്റുകൾ, വീഡിയോകൾ മറ്റ് കണ്ട് കേട്ടുപഠിച്ച് മറ്റുള്ളവർക്ക് ഇത് പകർത്തി കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ജീവിതത്തിൽ പകർത്താനും ഞാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇത് കേൾക്കുന്നത് കാണുന്നതെന്ന് വിചാരിച്ചാൽ അതും കൂലിയായി. അത്രയുള്ള സംഭവം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവിന് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വേണ്ടി പൈസ അയക്കുന്നു നാട്ടിലേക്ക്, അതല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കൊടുക്കുന്നു. സദക്കയുടെ കൂലിയാണ്. അതിന് ഹിസാബുണ്ടായാൽ അല്ലാഹുവേ, ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് സ്വീകരിക്കണം. പഠിച്ചത് നീ നല്ല ഒരു കർമ്മമായി സ്വീകരിക്കണം എന്നൊരു നിയ്യത്ത് മനസ്സിന്റെ കോണിലൊന്നും മിന്നി പറഞ്ഞാൽ മതി, അത് ഹസനത്തായി മാറി. സദക്കയുടെ കൂലിയാണെന്നാണ്. പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് കുടുംബത്തിന് ഭക്ഷണം കൊടുത്താൽ, ചെലവിന് കൊടുത്താൽ ഫഹിയ ലഹു സദഖ. ഹദീസ് അങ്ങനെയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമ്മുടെ എല്ലാം അടക്കവും അനക്കവും ഇബാദത്തായി മാറ്റാൻ നമുക്ക് സഹായിക്കട്ടെ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സ്മാർട്ട് ആവേണ്ടത് ഇവിടെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മറ്റു പല കാര്യങ്ങളും സ്മാർട്ടാണ്. ആഖിറത്തിലേക്കുള്ള സംഗതികൾ അടിച്ചെടുക്കുന്നതിൽ, സമാഹരിക്കുന്നതിൽ സ്മാർട്ട്നെസ് കാണിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. 164-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലോകത്തുള്ള എല്ലാറ്റിൻ്റെയും റബ്ബ് അള്ളാഹുവാണ് എന്നിരിക്കെ മറ്റൊരു റബ്ബിനെ ഞാൻ എന്തിനു അന്വേഷിക്കണം എന്ന് മുശ്രിക്കുകളോട് പറയാനാണ് ഇനി അല്ലാഹു തആല 164-ൽ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അവരിങ്ങനെ വന്ന് പറഞ്ഞിരുന്നു എപ്പോഴും, ഞങ്ങളെ ദൈവങ്ങളെ നീ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങളും വരാം എന്ന് പലപ്പോഴും മുശ്രിക്കുകൾ വന്ന് പറഞ്ഞിരുന്നു എന്നാണ്. ഇതിന് എന്ത് ന്യായം എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അല്ലാഹു തആല തന്നെ പടച്ച സാധനങ്ങളോ വ്യക്തികളോ എങ്ങനെയാണ് ദൈവമാവുക, എങ്ങനെ ഇലാഹാവുക? അല്ലാഹു പടച്ചതല്ല, അതൊക്കെ എല്ലാം അവൻ പടച്ചതല്ലേ, പിന്നെ എങ്ങനെ ദൈവമാവുക? അവന്റെ പടപ്പുകളല്ലേ അത്. സകലതിന്റെ റബ്ബ് അല്ലാഹു അല്ലേ. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ശൈഇ വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റാ ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون. قل നബിയെ അങ്ങ് ചോദിക്കൂ, അഗൈറല്ലാഹി, അല്ലാഹു അല്ലാത്തവരെയാണോ അബ്ഗി ഞാൻ അന്വേഷിക്കേണ്ടത്, ഞാൻ തേടിപ്പോകേണ്ടത്, റബ്ബൻ റബ്ബായി? അല്ലാഹു അല്ലാത്ത വേറുള്ള ആളുകളെയാണ്, വേറെയുള്ളതിനെയാണ് ഞാൻ റബ്ബായി തേടി നടക്കേണ്ടത്? വഹുവ റബ്ബു കുല്ലി ശൈഇൻ, എല്ലാറ്റിന്റെയും റബ്ബ് അല്ലാഹുവാണ് എന്നിരിക്കെ എല്ലാറ്റിനും റബ്ബ് അല്ലാഹു അല്ല, എന്നിട്ട് പിന്നെ ഞാൻ വേറെ റബ്ബിനെ തേടി പോവുക?
വലാ തക്ശിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ. ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദി അയാൾ മാത്രമാണ്. വലാ തക്ശിബു കുല്ലു നഫ്സിൻ, ഓരോരുത്തരും സമ്പാദിക്കുകയില്ല, ഇല്ലാ അലൈഹാ, അവൻ ചെയ്തതല്ലാത്തത് എന്നാണ്. ഓരോരുത്തരും സമ്പാദിക്കുന്നത് അവന് പ്രതികൂലമായി തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദി അയാൾ മാത്രമായിരിക്കും. വലാ തക്ശിബു കുല്ലു നഫ്സിൻ, ഓരോ നഫ്സും സമ്പാദിക്കുകയില്ല, ഇല്ലാ അലൈഹാ, അതിനു വേണ്ടി തന്നെയല്ലാതെ. അപ്പൊ ഓരോരുത്തരും സമ്പാദിക്കുന്നത് അവനവന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്തതിന്റെ ഉത്തരവാദിത്വം അവനവന് തന്നെയാണ്. വേറെ ആളുടെ കുറ്റം ആരും ഏറ്റെടുക്കേണ്ടി വരില്ല. അതാണ് അടുത്ത ഭാഗം പറയുന്നത്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, കുറ്റവാളിയായ ഏതൊരാളും മറ്റൊരാളുടെ കുറ്റം ഏൽക്കേണ്ടി വരില്ല. വലാ തസിറു, ഏൽക്കേണ്ടി വരില്ല, വാസിറത്തുൻ, ഒരു കുറ്റവും കുറ്റവാളിയായ ഒരാളും ഏൽക്കേണ്ടി വരില്ല. വിസ്റ ഉഖ്റാ, മറ്റൊരാളുടെ കുറ്റം. വിസ്ർ എന്ന് പറഞ്ഞാൽ കുറ്റം, വാസിറത്തുൻ എന്ന് പറഞ്ഞാൽ കുറ്റവാളിയായ ഏതൊരാളും. വലാ തസിറു, ഏൽക്കേണ്ടി വരില്ല, കുറ്റമേൽക്കേണ്ടി വരില്ല. വാസിറത്തുൻ, കുറ്റവാളിയായ ഏതൊരാളും. വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ വിസ്ർ. കാരണം ഓരോരുത്തരും ചെയ്തതിന്റെ ഉത്തരവാദി അവനവൻ തന്നെയാണ്, വേറെ മറ്റൊരാൾ ഏൽക്കേണ്ടി വരില്ല. എന്നിട്ട് പറയുന്നു സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും, പിന്നീട് നിങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്കാൾ നിങ്ങളുടെ മടക്കം. എന്നിട്ട് അങ്ങനെ മടങ്ങി ചെല്ലുമ്പോഴോ ഫയുനബ്ബിഉക്കും, അല്ലാഹു നിങ്ങളോട് പറഞ്ഞു തരും, ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരായിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങൾക്ക് അവിടെ വെച്ച് അറിയിച്ചു തരുന്നതാണ്. ദുനിയാവിൽ തർക്കിച്ചിരുന്നതും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിരുന്നതും ഖിയാമത്ത് നാൾ ഉണ്ടാവൂലേ, നരകമുണ്ടാവും, സ്വർഗമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ വിവിധ ഗ്രൂപ്പുകളും കക്ഷികളുമായിരുന്നു. അതൊക്കെ അവിടെ ചെല്ലും അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഞങ്ങളെ കൂടെ പോന്നോളൂ, അതിന്റെ പേരിൽ പരലോകത്ത് നിങ്ങൾക്ക് ശിക്ഷ കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങൾ വഹിക്കാം എന്നുവരെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് പറഞ്ഞിരുന്നു. ആ പശ്ചാത്തലമാണ് ഈ ആയത്തിനുള്ളത്. അതായത് അവർ വന്നിട്ട് പറയും, നിങ്ങൾ ഞങ്ങളെ കൂടെ പോയി ഞങ്ങൾ ആരാധിക്കുന്നതിനേക്കാൾ ആരാധിച്ചോളൂ, മുസ്ലിങ്ങളോട് പറയണം. എന്നിട്ട് അതിന് നിങ്ങൾ അല്ലാഹുവിനെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ ഏറ്റെടുത്തോളാം. ഇങ്ങനെ അവർ പറയുമായിരുന്നു. സൂറത്തുൽ അൻകബൂത്തിൽ ഈ വിഷയമുണ്ട്. സൂറത്തുൽ അൻകബൂത്തിലെ 12-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖാല അല്ലദീന കഫറൂ ലില്ലദീന ആമനൂ ഇത്തബിഉ സബീലനാ വൽനഹ്മിൽ ഖതായാകും വമാ ഹും ബിആമിലീന മിൻ ഖതായാഹും മിൻ ശൈഇ ഇന്നഹും ലകാദിബൂൻ. അവരെന്താ പറഞ്ഞത്? ഇത്തബിഉ സബീലനാ വൽനഹ്മിൽ ഖതായാകും, ഞങ്ങളെ കൂടെ പോന്നോളൂ, ഞങ്ങളെ മാർഗത്തിൽ വന്നോളൂ, നിങ്ങളെ തെറ്റുകൾ ഞങ്ങൾ വഹിക്കാം, പരലോകത്തിൽ നിങ്ങൾ കുടുങ്ങാണ് ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതാണ് അല്ലാഹു പറഞ്ഞത്, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. അങ്ങനെ ഒരു പരിപാടിയില്ല. അതിന്റെ മറുപടിയാണ് വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. അവനവൻ ചെയ്തതിനെ ആരും ഉത്തരവാദിയാവുകയുള്ളൂ. ഒരാളുടെ കുറ്റം മറ്റൊരാളുടെ മേൽ വെച്ചുകെട്ടുക എന്ന അക്രമം അല്ലാഹു തആല ചെയ്യില്ല. അതിന് ന്യായമുണ്ടെങ്കിലല്ലാതെ. ന്യായമുണ്ടെങ്കിൽ ചില ആൾക്കാരെ തെറ്റെടുത്തിട്ട് വേറെ ആൾക്കാർക്ക് കൊടുക്കാവുന്നുണ്ട്. ദൈവത്ത് പറയുമ്പോഴൊക്കെ അല്ലേ നമ്മൾ മുമ്പ് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരാളെ എന്താണ് പറയാ, ദൈവത്ത് പറഞ്ഞു നോക്കുക, അള്ളാഹിനെ പറ്റുന്ന വിചാരണ നടക്കുന്ന സമയത്തേ നമ്മുടെ ഹസനാത്തൊക്കെ ആൾക്ക് കൊടുക്കും അല്ലാഹു തആല. നമ്മളെ ഹസനാത്ത് തീർന്നാലോ പിന്നെ അവസാനം നമ്മൾ തെറ്റെടുത്തിലാക്കി ചാർജ് കൊടുക്കും. നല്ലോണം ശ്രദ്ധിക്കണം. ആരും കുറ്റം പറയാൻ നിൽക്കണം, ആരും കളിയാക്കാനോ പരീക്ഷിക്കാൻ നിൽക്കണം, ട്രോളാനോ ഒന്നും നിൽക്കണ്ട. വെറുതെ നമ്മൾ ചെയ്തതെന്തെങ്കിലും നഷ്ടപ്പെടുത്തിക്കണം. അള്ളാഹു തആല നല്ല ബോധം തരട്ടെ. ഇനി നമ്മൾ 165-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 165-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഈ സൂറയിലെ അവസാനത്തെ ആയത്ത്. മാഷാ അല്ലാഹ്. ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയായും ഒരു സമുദായത്തിന് ശേഷം മറ്റൊരു സമുദായമായും നിങ്ങളെ ഭൂമിയിൽ മാറി മാറി വരുത്തുന്നത് അള്ളാഹുവാണ് എന്നാണ് ഇനി പറയുന്നത്. അതുതന്നെ എല്ലാവരെയും അവൻ ഒരേ നിലവാരത്തിലല്ല സംവിധാനിച്ചത്. പല കാര്യങ്ങളിലും പലരും വ്യത്യസ്ത ലെവലുകളിലാണ്. ഉപജീവനമാർഗം, ഓരോരുത്തരുടെയും ബുദ്ധി, അറിവ്, സ്വഭാവം, പെരുമാറ്റ രീതി, കഴിവും പ്രാപ്തിയും ആകാരവും ഭംഗിയും, ഇങ്ങനെ പല കാര്യങ്ങളിലും ചിലർ ചിലരേക്കാൾ ഉയർന്ന ലെവലിലുണ്ടാവും, ചിലർ താഴ്ന്ന ലെവലിലുണ്ടാവും. ഓരോരുത്തർക്കും കിട്ടിയതിൽ അവരവർ എങ്ങനെ വർത്തിക്കുന്നു, അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പരീക്ഷിക്കാനാണ് റബ്ബ് അങ്ങനെ ചെയ്തത് എന്നും ഇനിയുള്ള അവസാനത്തെ ആയത്തിൽ പറയുന്നു. നമുക്ക് ആയത്ത് നോക്കാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم. وهو الذي الله ആണ് وهو അവൻ الذي ഒരുത്തനാണ് ജഅലക്കും നിങ്ങളവൻ ആക്കിയിട്ടുണ്ട് ഖലായിഫ പ്രതിനിധികളാക്കിയിട്ടുണ്ട് ഫിൽ അർദി ഭൂമി ഖലായിഫൽ അർദി ഭൂമിയിൽ നിങ്ങളവൻ പ്രതിനിധികളാക്കിയിട്ടുണ്ട്. വഹുവ അല്ലദീ ജഅലക്കും ഖലായിഫൽ അർദ് അവനാണ് നിങ്ങളെ ഭൂമിയിൽ തന്റെ പ്രതിനിധികളാക്കിയിട്ടുള്ളത്. അവൻ ഉയർത്തിയിട്ടുമുണ്ട് ബഅദക്കും നിങ്ങളിൽ ചിലരെ ഫൗക ബഅദിൻ മറ്റു ചിലരേക്കാൾ ദറജാത്തിൻ പല പദവികൾ. വറഫഅ ബഅദക്കും ഫൗക ബഅദിൻ ദറജാത്തിൻ നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ പല പദവികൾ ഉയർത്തി തരികയും ചെയ്തത് അവനാണ്. എന്തിനാ അങ്ങനെ ചെയ്തത്? ലിയബ്ലുവക്കും ഫീമാ ആതാക്കും അവൻ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് അവൻ നൽകിയതിൽ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ലിയബ്ലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഫീമാ ആതാക്കും നിങ്ങൾക്ക് അവൻ നൽകിയതിൽ നിങ്ങൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, അതെങ്ങനെ നോക്കിക്കാണുന്നു, എന്താ നിങ്ങളുടെ നിലപാട് എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് പലരെയും പല ലെവലുകളിൽ ആക്കിയത്. ഇന്ന റബ്ബക സരീഉൽ ഇഖാബി നിശ്ചയം താങ്കളുടെ രക്ഷിതാവ് വളരെ വേഗം ശിക്ഷാ നടപടികൾ എടുക്കുന്നവനാണ്. വഇന്നഹു ലഗഫൂറുർ റഹീം ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനും വല്ലാതെ കാരുണ്യം ചൊരിയുന്നവനുമാണവൻ. വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദ് ഖലായിഫ് ഖലീഫ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. ഒരാൾക്ക് ശേഷം അയാളുടെ സ്ഥാനത്ത് വരുന്ന ആൾ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഒരാൾക്ക് ശേഷം ആ സ്ഥാനത്ത് വരുന്ന പിൻഗാമി എന്നോ പ്രതിനിധി എന്നൊക്കെ പറഞ്ഞ് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് അർത്ഥം പറയും. എന്താണ് ഈ ആയത്തിന്റെ ആശയം? ഒരുപാട് ജനസമൂഹങ്ങൾ ജനപദങ്ങൾ ഇവിടെ ജനിച്ചു മരിച്ചു ജീവിച്ചു പോയി. ഇന്നുള്ള ആളുകൾ മരിച്ചു പോകും, വീണ്ടും പുതിയ ജനസമൂഹങ്ങൾ വരും, വീണ്ടും വരും, വീണ്ടും പോകും. ഈ പ്രക്രിയ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നടപടിയാണിത്, രീതിയാണിത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ ആണ് അള്ളാഹു തആല ദറജകൾ ഉയർത്തി വെച്ചത്. അള്ളാഹുവിനപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ, അത് തിരിയണമെങ്കിൽ നമ്മൾ പരീക്ഷിക്കണം എന്നൊന്നുമില്ല. അല്ലാതെ അള്ളാഹുവിന് അതറിയാം. പിന്നെ ഇതിനകത്ത് ലിയബ്ലുവക്കും ഫീമാ ആതാക്കും എന്ന് പറഞ്ഞത് അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് പരീക്ഷണം എന്ന്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലിയബ്ലുവക്കും ഇവിടെയും വേറെയും പല സ്ഥലത്തും പറഞ്ഞത്. അല്ലാതെ അള്ളാഹുവിന് നമ്മുടെ സ്ഥിതിഗതികളെ അറിയാൻ പരീക്ഷണത്തിന് ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളെ എങ്ങനെയാവും എന്തൊക്കെയാവുന്നൊക്കെ അള്ളാഹുവിന് നേരത്തെ അറിയാം. ഇന്ന റബ്ബക ശരീഉൽ ഇഖാബി വഇന്നഹു ലഗഫൂറുർ റഹീം. ഇങ്ങനെ നമ്മൾ പരീക്ഷിക്കുമ്പോ നമ്മൾ വീഴ്ച വരുത്തിയാൽ അള്ളാഹു ചിലപ്പോൾ ശിക്ഷിച്ചെന്ന് വരാം. ചില ആളുകൾക്ക് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു മാഫ് ചെയ്തു എന്ന് വരാം. ശിക്ഷിക്കാനുള്ള അവകാശം അവനുണ്ട്, അതിനുള്ള കഴിവുണ്ട്. അതേസമയം ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഏറ്റവും നന്നായി പൊറുക്കുന്നവൻ ഗഫൂറാണവൻ, ഏറ്റവും നന്നായി കാരുണ്യം ചെയ്യുന്ന റഹീമുമാണവൻ. ഈ അവസാനത്തെ ആയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു താക്കീതാണ്, അതേസമയം നമ്മൾ പോലുള്ള ആശ്വാസവും സന്തോഷവുമാണ് അല്ലേ? എത്ര കോടാനുകോടികൾ അവിശ്വസിച്ചാലും എല്ലാവരുടെയും വിചാരണ ഖിയാമത്ത് നാളിൽ പൂർത്തിയാക്കി അല്ലാഹു തആല ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ഇന്ന റബ്ബക ശരീഉൽ ഇഖാബ്. വേറെ പല സ്ഥലത്തും ഹിസാബ് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം വിചാരണ നടപടി പൂർത്തിയാക്കുന്നവനാണെന്ന് കാണാം. അതുപോലെ തന്നെ സത്യവിശ്വാസികളായ നമ്മളെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് അബദ്ധവശാലോ അശ്രദ്ധമായോ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഖേദിച്ച് മടങ്ങുന്ന ആൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യും, കാരുണ്യം ചൊരിയുകയും ചെയ്യും. അല്ലെ, തെറ്റ് ചെയ്ത ആള് മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്നാണ്, വലിയ ഇഷ്ടമാണ്. ഈ ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, മനുഷ്യൻ എപ്പോഴും ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നാണ്. എങ്ങനെ? അള്ളാഹുവിന്റെ ശിക്ഷാ നടപടിയെ കുറിച്ച് പേടിച്ചു കൊണ്ടിരിക്കണം എപ്പോഴും. അതേസമയം അള്ളാഹുവിന്റെ റഹ്മത്തിലും മഗ്ഫിറത്തിലും പ്രതീക്ഷ വെക്കുകയും വേണം. ഖൗഫും വേണം, റജാവും വേണം. ഖൗഫ് എന്ന് പറഞ്ഞാൽ പടച്ചവനെ പേടി, ആ ശിക്ഷയുടെ ഒരു പേടി. റജാ എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ വിശ്വസിച്ച ആളല്ല, മുഗ്നനെ റബ്ബിലേക്ക് പുറത്തു തരുമ്പോൾ പടച്ചവനെ ഞാൻ മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് മടങ്ങാൻ. ഇങ്ങനെ എപ്പോഴും തൗബ ചെയ്തുകൊണ്ട് അള്ളാഹു പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്.
ഈ ഒരു പോയിന്റ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു തആല പരിശുദ്ധമായ ഈ സൂറ അവസാനിപ്പിക്കുന്നത്, സൂറത്തുൽ അൻആം അവസാനിപ്പിക്കുന്നത്. കാരുണ്യത്തിന്റെ പാപമോചനത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അവസാനിക്കുകയാണ്. അതോടൊപ്പം ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് തരികയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആന്റെ ഒരു പതിവ് ശൈലിയാണത്, അല്ലെ? പലയിടത്തും അങ്ങനെയാണ് അല്ലാഹു തആല ഖുർആനിൽ കൈകാര്യം ചെയ്യുക. ശിക്ഷ പറയുന്നിടത്ത് റഹ്മത്ത് പറയും, റഹ്മത്ത് പറയുമ്പോൾ മഗ്ഫിറത്ത് പറയും. നമുക്ക് പ്രതീക്ഷയാണ്. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. ഈ സൂറ നമ്മൾ പഠിച്ചു പൂർത്തിയാക്കി അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ മനസ്സറിഞ്ഞ് ഓരോരുത്തരും ശുക്ർ ചെയ്യുക, നന്ദി പറയുക. ബാക്കിയുള്ള സൂറത്തുകൾ പഠിച്ചു പൂർത്തിയാക്കാൻ തൗഫീഖ് ചോദിക്കുക. അല്ലാഹുവിനെ ഞങ്ങളെ സ്വീകരിക്കാൻ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹു ഞങ്ങൾ പറഞ്ഞത് കേട്ടത് പഠിച്ചത് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണം. അല്ലാഹ് നിന്റെ പരിശുദ്ധമായ സൂറത്തുൽ അൻആം മഹത്തായ സൂറയാണ് ഞങ്ങൾ പഠിച്ച് പൂർത്തിയാക്കി, അതിന് തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹി വശുക്റുലക അല്ലാഹു. ഒരുപാട് റബ്ബേ നീ സ്വീകരിക്കണം തമ്പുരാനെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം റബ്ബേ. ഞങ്ങളിതിന് പ്രാപ്തരാക്കി ഞങ്ങൾ ഉസ്താദുമാരെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളെ സഹായിച്ചവർ എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇനിയും ഒരുപാട് സൂറകൾ ഞങ്ങളുടെ മുമ്പിൽ ബാക്കിയാണ്. എല്ലാം പഠിച്ചു പൂർത്തിയാക്കാൻ ആയുസ്സും തൗഫീഖും നൽകണേ റഹ്മാനെ. നീ ഞങ്ങളെ ഇഖ്ലാസോടുകൂടി നിന്റെ ദീനിനും ഇൽമിനും ഖുർആനിനും ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളായി മാറ്റിത്തരണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. എല്ലാവർക്കും നീ ഖൈറും സലാമത്തും സന്തോഷം നൽകണേ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. പ്രയാസങ്ങളുള്ളവർ പ്രയാസം നീക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ ആപത്ത് മുസീബത്ത് രോഗം ഞങ്ങളെല്ലാവരും കാക്കണേ തമ്പുരാനെ. നമ്മുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ റഹ്മാനെ. ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാഹ്. ഈ ക്ലാസ് കേൾക്കുന്നവർ, പഠിക്കുന്നവർ, ദീനിൽ റഫർ ചെയ്യുന്നവർ, ഇതിൽ അധ്വാനിക്കുന്നവർ എല്ലാവർക്കും ഈ രണ്ട് ലോകത്തും നന്മ നൽകണേ റഹ്മാനെ. ആഖിറത്തിൽ നിന്റെ മുൻപിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കനവ് നോക്കുന്ന അമലുകളായി മാറ്റിത്തരണേ തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. صلى الله عليه وسلم محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين رب العالمين. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ദുആ ചെയ്യണം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.